ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീദേവിയേ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശലക്ഷണങ്ങളോടുകൂടിയ പരമഹംസ സംഹിതയാണ്. അതിൽ ആദ്യത്തെ ലക്ഷണം സർഗം എന്നതാണ്. ഇത് സർവേശ്വരനായ ഭഗവാൻ നേരിട്ടുള്ള സൃഷ്ടിയുടെ വർണ്ണനയാണ് സർഗം. രണ്ടാമത്തെ ലക്ഷണമായ വിസർഗം ബ്രഹ്മദേവൻ മുഖാന്തിരം ചെയ്യുന്ന സൃഷ്ടികളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ്. അതിന് ബ്രഹ്മദേവൻ്റെ ആദ്യത്തെ മനുഷ്യ സൃഷ്ടി സ്വയംഭൂമനുവും ശതരൂപാദേവിയും. ബ്രഹ്മദേവൻ തന്നെ സ്ത്രീയും പുരുഷനുമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞ് അങ്ങനെ സ്വയംഭൂമനു ശതരൂപ അവർ ദമ്പതി ഭാവത്തിൽ ആദ്യത്തെ മനുഷ്യരായിട്ട് വരുന്നു. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിലെ വിഷയം ഈ സ്വയംഭുവ മനുവിൻ്റെ ചരിത്രങ്ങളാണ് പറയുന്നത്. സ്വയംഭുവ മനുവിൻ്റെ 3 പുത്രിമാരിൽ മധ്യമപുത്രിയായ ദേവഹൂതി ദേവിയെ കർദമ പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം ആയിട്ടുള്ള ഒരു താപസനായിരുന്നു. ഈ കർദമ ദേവഹൂതി ദമ്പതിമാർക്ക് 9 പുത്രിമാരും സാക്ഷാൽ ഭഗവാൻ തന്നെ കപിലവാസുദേവൻ, കപിലൻ എന്ന പേരിൽ അവതാരം ചെയ്യുകയും ചെയ്തു. സാംഖ്യശാസ്ത്രത്തിൻ്റെ ആചാര്യനായിട്ടാണ് കപിലമുനി അറിയപ്പെടുന്നത്. ഈ കപിലവാസുദേവൻ അമ്മയായ ദേവഹൂതി ദേവിക്ക് ആത്മോപദേശം ചെയ്ത് ആ അമ്മയെ ഭഗവാന്റെ പരമപദത്തിൽ എത്തിക്കുന്നുണ്ട്. 4-ാമത്തെ സ്കന്ധത്തിൽ സ്വയംഭൂമനുവിൻ്റെ മൂത്ത പുത്രിയായ ആകൂതിയുടെ ചരിത്രവും 3-ാമത്തെ പുത്രിയായ പ്രസൂതിയുടെ ചരിത്രവും പറയുന്നുണ്ട്. ഇതിൽ ഇനി മനുവിൻ്റെ 2 പുത്രന്മാർ പ്രിയവ്രതനും ഉത്താനപാദനും. ഇതിൽ ഇളയപുത്രനായ ഉത്താനപാദൻ്റെ ചരിത്രമാണ് 4-ാം സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ ധ്രുവൻ, ഈ ധ്രുവൻ്റെ വംശത്തിൽ ഒരു രാജാവായിരുന്നു ബർഹിഷത്ത്. അതായത് ഈ ധ്രുവൻ്റെ വംശത്തിൽ പൃഥു എന്നുപേരായ ഒരു ചക്രവർത്തി ഉണ്ടായി. ഈ പൃഥുവിൻ്റെ പുത്രനായിരുന്നു ഹവൃത്ഥാനൻ. ഹവൃത്ഥാനൻ്റെ ഭാര്യ ഹവൃത്ഥാനി, ഹവൃത്ഥാനനും ഹവൃത്ഥാനിയും. ഈ ഹവൃത്ഥാനനും ഹവൃത്ഥാനിക്കും 6 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്ത പുത്രനായിരുന്നു ബർഹിഷത്ത്. ഈ ബർഹിഷത്ത് രാജാവായി. അദ്ദേഹം മഹാഭക്തനും അതുപോലെ തന്നെ പ്രജാപാലന തൽപരനുമൊക്കെ ആയിരുന്നു. യോഗശാസ്ത്രങ്ങളിലും അദ്ദേഹം നിപുണനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കാര്യം, അതായത് യാഗങ്ങൾ അനുഷ്ഠിക്കുക. ഈ വസുധാതലത്തെ ഭൂമിയെ ഒരു യാഗഭൂമിയായിട്ട് കണ്ടുകൊണ്ട് അതിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ദർഭ വിരിച്ച് യാഗങ്ങൾ അനുഷ്ഠിക്കുക. ഇപ്പോൾ ഒരു യാഗം ചെയ്തു, അത് കഴിഞ്ഞ ഉടനെ അടുത്ത യാഗത്തിൻ്റെ ആരംഭമായി. ഇങ്ങനെ അദ്ദേഹം കർമ്മഠനായിട്ട് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ കർമ്മകാണ്ഡത്തിൽ ആസക്തനായിട്ട് അദ്ദേഹം കർമ്മഠനായിട്ട് അനേകം യാഗങ്ങൾ ഇങ്ങനെ ചെയ്തു വന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം കൊണ്ട് അദ്ദേഹത്തിനെ പ്രാചീന ബർഹിസ് എന്ന പേരിൽ വിളിച്ചു ആളുകൾ. പ്രാചീന ബർഹിസ്, ശരിക്കുള്ള പേര് ബർഹിഷത്ത് എന്നാണ്.
ആളുകൾ വിളിച്ച് വിളിച്ച് പ്രാചീന ബർഹിസ്, ഇരട്ടപ്പേര് അങ്ങനെ വിളിച്ചു. അപ്പം അദ്ദേഹമാണ് സമുദ്രത്തിൻ്റെ പുത്രിയായ ശതദ്രുതി ദേവിയെ വിവാഹം കഴിച്ചു. നേരത്തെ പ്രഭാഷണം ചെയ്ത ആചാര്യൻ അദ്ദേഹം പ്രഭാഷണത്തിൽ പ്രതിപാദിച്ചതുപോലെ അതിസുന്ദരിയായിട്ടുള്ള ഒരു കന്യകയായിരുന്നു ഈ ശതദ്രുതി ദേവി. സമുദ്രത്തിൻ്റെ പുത്രിയായിരുന്നു. ഈ ശതദ്രുതി ദേവിയുടെ പാദചലനങ്ങൾ, അതായത് നൂപുര ധ്വനികളിൽ ആകൃഷ്ടരായിട്ട് അഗ്നി തുടങ്ങിയ ദേവന്മാർ പോലും അവളെ കാമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ശതദ്രുതി ദേവിയിൽ ഈ ബർഹിഷത്തിന് 10 പുത്രന്മാരുണ്ടായി. 10 പേരും ഒരുപോലെ ഇരിക്കും. പ്രചേതസ്സുക്കൾ എന്നായിരുന്നു അവരുടെ പേരുകൾ. അപ്പം അന്നത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് ആദ്യം അന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈശ്വരഭജനം ചെയ്യുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും മുമ്പുള്ള ഒരു കാലഘട്ടം. അപ്പോൾ അവർ ഈശ്വരാരാധന, തപസ് ആചരിക്കുക, തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ട് പിന്നെ വേണമെങ്കിൽ അവർക്ക് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കാം, അതല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുകയോ വാനപ്രസ്ഥം സ്വീകരിക്കുകയോ അങ്ങനെ പോകാം. അദ്ദേഹം ബർഹിഷത്ത് തൻ്റെ പുത്രന്മാരെ തപസ് ആചരിക്കുവാനായിട്ട് അയച്ചു. അങ്ങനെ ഈ പ്രചേതസ്സുക്കൾ ആ സിന്ധു സമുദ്രത്തിൻ്റെ അടുത്ത് നാരായണ സരസ് എന്ന തീർത്ഥത്തിൻ്റെ കരയിൽ വെച്ച് രുദ്രഭഗവാനെ കണ്ടുമുട്ടുവാൻ ഇടയായി. അവർക്ക് സത്സംഗം ലഭിച്ചു. രുദ്രഭഗവാൻ ഈ കുട്ടികളെ വിളിച്ചു, ഉണ്ണികളെ വരൂ വരൂ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മഹാവിഷ്ണുവിനെ തപസ് ചെയ്യണം, തപസ്സായിരിക്കണം എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാനുള്ള ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന സ്തോത്രം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ആ രുദ്രഭഗവാൻ പ്രചേതസ്സുക്കൾക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തു. രുദ്രഗീതം എന്ന് പറഞ്ഞാൽ രുദ്രനെ സ്തുതിക്കുന്ന ഗീതമല്ല, രുദ്രഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ചെയ്യാനുള്ള സ്തോത്രം പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ 10 പേരും കൂടി സമുദ്രത്തിൽ മുങ്ങിക്കിടന്ന് അനേകകാലം ഈ വിഷ്ണു സ്തോത്രം, രുദ്രഭഗവാൻ പറഞ്ഞു കൊടുത്ത രുദ്രഗീതം ചൊല്ലി തപസ്സാചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാചീന ബർഹിസ് ഇങ്ങനെ രാജ്യം ഭരിച്ച് കൊടുക്കുകയാണ്, പുത്രന്മാരെ തപസ്സിനയക്കുകയും ചെയ്തു. പ്രാചീന ബർഹിസ് ഇങ്ങനെ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നാരദ മഹർഷി വരാറുണ്ട്. നാരദ മഹർഷി ഈ രാജാവ് ഇങ്ങനെ കർമ്മഠനായിട്ട് കർമ്മകാണ്ഡത്തിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലോ, ആധ്യാത്മികമായിട്ട് ഇദ്ദേഹത്തിനൊരു ഉയർച്ച ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നാരദ മഹർഷി പലപ്പോഴും അധ്യാത്മോപദേശം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. പക്ഷേ അപ്പോഴൊക്കെ മഹർഷിയെ ഞാൻ കുറച്ച് തിരക്കിലാണ്, യാഗത്തിൻ്റെ സംഭാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. നാരദ മഹർഷി മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ പ്രചേതസ്സുക്കൾ രുദ്രഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുവാൻ പുറപ്പെട്ട സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ആ അച്ഛനായിട്ടുള്ള പ്രാചീന ബർഹിസിനും ഉണ്ടായി. അന്നൊരു ദിവസം നാരദ മഹർഷി രാജധാനിയിലേക്ക് വന്നപ്പോൾ ബർഹിഷത്ത് വിളിച്ചു, മഹർഷി വരൂ വരൂ, ഞാൻ മടുത്തു, ഈ കർമ്മകാണ്ഡത്തിൽ കുടുങ്ങി ഞാൻ മടുത്തു ദേവർഷേ, എന്നെ അങ്ങ് ഈ ഗൃഹാന്തകൂപത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരധനാർദ്ധതി ന പരം വിന്ദതേ മൂഢോ ഭ്രാമ്യൻ സംസാരവർമ്മസു. അല്ലയോ മഹർഷേ, എന്നെപ്പോലെ അറിവില്ലാതെ അനേകം ആൾക്കാർ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് പല ധർമ്മങ്ങളും അനുഷ്ഠിച്ച് ഗൃഹാസക്തരായിട്ട് കുടുംബരാമന്മാരായിട്ട് കുടുംബത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഊരാക്കുടുക്കിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവരെ അങ്ങ് മോചിപ്പിക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോഴാകട്ടെ നാരദ മഹർഷി
തൻ്റെ യോഗപ്രഭാവത്താൽ പ്രാചീന ബർഹസ്സിന് കർമ്മത്തിൽ വെറുപ്പും അതുപോലെ തന്നെ ജ്ഞാനത്തിൽ ആദരവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അതിനിളക്കം തട്ടാതിരിക്കുവാൻ വേണ്ടി ഈ അനേകം യാഗങ്ങളിൽ സംഹരിച്ച പശുക്കളെ ക്രോധത്തോടെ കൂർത്തുമൂർത്ത കൊമ്പുകൾ കുലുക്കിക്കൊണ്ട് ഈ പ്രാചീന ബർഹസ്സിനെ ഇങ്ങനെ കുത്തിക്കീറാനായിട്ട് വരുന്നതായിട്ട് മഹർഷി തൻ്റെ യോഗപ്രഭാവത്താൽ കാണിച്ചു കൊടുത്തു. പേടിച്ചുപോയി രാജാവ്. അതിനുശേഷം രാജാവിന് വിരക്തി വരുവാൻ വേണ്ടി പുരഞ്ജനൻ എന്ന ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞു കേൾപ്പിക്കുവാൻ തുടങ്ങി നാരദ മഹർഷി. അങ്ങനെ അതാണ് പുരഞ്ജന ചരിതം, പുരഞ്ജനോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്ന അതിവിശിഷ്ടമായ പ്രകരണം. ആസിൽ പുരഞ്ജനോ നാമ രാജാ രാജൻ ബഹുശ്രവ തസ്യാ വിജ്ഞാതനാമാസിൽ സഹാ വിജ്ഞാതചേഷ്ടിത. ഒരിക്കൽ പുരഞ്ജനൻ എന്നു പേരായിട്ടുള്ള ഒരു കീർത്തിമാനായ രാജാവുണ്ടായിരുന്നു. നാരദ മഹർഷി കഥ പറയുകയാണ്. പുരഞ്ജന ചരിതം. പുരഞ്ജനൻ എന്നു പേരായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരാലും അറിയപ്പെടാത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവിജ്ഞാത സഹാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഈ രാജാവ് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനം അന്വേഷിച്ച്, വാസസ്ഥാനം, വീട് അന്വേഷിച്ച് ഇങ്ങനെ ഭൂമി മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹിമവാന്റെ തെക്കുഭാഗത്ത് ഉള്ള താഴ്വര പ്രദേശത്ത് 9 വാതിലുകളോടുകൂടിയ ഗോപുരങ്ങളുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു കൊട്ടാരം കാണാനിടയായി. നവമുഖി എന്നാണ് ആ കൊട്ടാരത്തിൻ്റെ പേര്. 9 വാതിലുകളാണ്, 9 ഗോപുരവാതിലുകൾ, നവമുഖി എന്ന് പേര്. അവിടെ ചുറ്റുമതിലുകളും മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ ക്രീഡാഗൃഹങ്ങളും കിടങ്ങുകളും വിശാലമായ തളങ്ങളും ഒക്കെയുള്ള, അതുപോലെ തന്നെ സ്വർണം, വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും അതുപോലെ തന്നെ തോരണങ്ങളാൽ അലങ്കൃതങ്ങളുമായിരുന്നു. ആ കൊട്ടാരം നാഗപുരിയായ ഭോഗവതിയെ എന്ന് തോന്നും. എല്ലാവിധത്തിലുള്ള സുഖസൗകര്യങ്ങളും ഈ നവമുഖി കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ പുരഞ്ജനൻ അവിടെ നോക്കുമ്പോൾ സുന്ദരിയായിട്ടുള്ള ഒരു കന്യക ആ വാതിൽക്കൽ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ മാടി വിളിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ആ സുന്ദരിയെ കണ്ട് പുരഞ്ജന രാജാവ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് 10 ഭൃത്യന്മാരുണ്ടായിരുന്നു. ഈ 10 ഭൃത്യന്മാർക്കും 100 വീതം സേവകരും ഉണ്ടായിരുന്നു. 4 ഭാഗത്തും രക്ഷയ്ക്കായിട്ട് 5 തലയുള്ള ആ ഒരു സർപ്പം, കൊട്ടാരത്തിന് കാവലായിട്ട് 5 തലയുള്ള ഒരു സർപ്പം അവിടെ കാവലുണ്ടായിരുന്നു. ആ യുവതിയുടെ സൗന്ദര്യം, അവയവ സൗന്ദര്യവും അംഗചലനങ്ങളും കൊണ്ടും സംഭാഷണം കൊണ്ടും രാജാവിൻ്റെ ഹൃദയം കവർന്നു. അവളും ഈ പുരഞ്ജന രാജാവിൻ്റെ പൗരുഷത്തിൽ ആകൃഷ്ടയായി. രാജാവ് സാധാരണയായിട്ട് ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, ഗോത്രം ഏതാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ആരാണെന്നോ എൻ്റെ ഗോത്രം ഏതാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. തൻ്റെ കൂടെയുള്ള ഈ പുരുഷന്മാരും സ്ത്രീകളും തൻ്റെ പരിജനങ്ങളാണെന്നും 5 തലയുള്ള ഈ നാഗം താൻ ഉറങ്ങുമ്പോൾ ഈ പുരിയ്ക്ക് കാവൽ നിൽക്കുന്നുവെന്നും അറിയിച്ചു. ഈ പുരിയിൽ, ഈ കൊട്ടാരത്തിൽ തന്നോടൊപ്പം താമസിച്ച് ഭോഗസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ ആയിട്ട് രാജാവിനെ ഈ സുന്ദരിയായിട്ടുള്ള യുവതി ക്ഷണിച്ചു. കാമലാലസനായിട്ടുള്ള പുരഞ്ജനൻ ആ യുവതിയുടെ ആഗ്രഹത്തിന്, ഇച്ഛയ്ക്കനുസരിച്ച് അങ്ങനെ അവർ രണ്ടുപേരും ഭാര്യാഭർത്തക്കന്മാരായിട്ട് കഴിയുവാൻ തീരുമാനിച്ചു. അങ്ങനെ പുരഞ്ജനനും പുരഞ്ജനിയും ഈ 9 വാതിലുകളുള്ള ഗോപുരദ്വാരങ്ങളുള്ള രാജധാനിയിൽ പ്രവേശിച്ച് 100 സംവത്സരക്കാലം സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഈ കൊട്ടാരത്തിൻ്റെ 9 വാതിലുകളിൽ 7 എണ്ണം മുകളിലും 2 എണ്ണം താഴെയുമാണ്. ഈ മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് ഓരോരോ ഭോഗങ്ങൾ അനുഭവിച്ചു വന്നു പുരഞ്ജനും പുരഞ്ജനിയുമായിട്ട്. മുകളിലുള്ള 7 മാർഗങ്ങളിൽ 5 എണ്ണം കിഴക്ക് ഭാഗത്തും
ഓരോന്ന് തെക്കും വടക്കും ഭാഗങ്ങളിലായിരുന്നു. താഴെയുള്ള 2 പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉള്ളവയായിരുന്നു. കിഴക്ക് ഭാഗത്തുള്ള 5 ദ്വാരങ്ങളിൽ അടുത്തടുത്തുള്ള 2 ദ്വാരങ്ങൾ ഖദ്യോത ആവർമുഖി എന്ന പേര്. അതുവഴി ദ്യുമാൻ എന്ന സഹായിയോടുകൂടി വിഭ്രാജിതം എന്ന ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ ഓരോരോ വാതിലുകൾ കൂടി ഓരോരോ കൂട്ടുകാരോട് ചേർന്ന് ഓരോരോ സുഖങ്ങൾ, ഭോഗസുഖങ്ങൾ അനുഭവിക്കുക. അതായിരുന്നു പുരഞ്ജനനും പുരഞ്ജനിയും കൂടി ചെയ്തുകൊണ്ടിരുന്നത്. കിഴക്ക് ഭാഗത്ത് അടുത്തുള്ള നാളിനി എന്ന 2 മാർഗങ്ങളിൽ കൂടി അവധൂതൻ എന്ന സഖാവിനോടൊപ്പം സൗരഭം എന്ന ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. കിഴക്ക് ഭാഗത്തുള്ള 5ാമത്തെ മുഖ്യ എന്ന മാർഗത്തിൽ കൂടി ആവണം ബഹൂദനം എന്ന ദേശത്തിലേക്ക് യാത്ര ചെയ്യാൻ യഥാക്രമം രസജ്ഞൻ, വിപണൻ എന്നീ സഖാക്കൾ സഹായികളായിട്ടുണ്ട്. മുകളിൽ തെക്ക് ഭാഗത്ത് പിതൃഹു എന്ന കവാടത്തിൽ കൂടി ശ്രുതധരൻ എന്ന സഹായിയോടുകൂടി ദക്ഷിണ പഞ്ചാല ദേശത്തേക്ക് സഞ്ചരിക്കും. മുകളിൽ വടക്ക് ഭാഗത്തുള്ള ദേവഹു എന്ന മാർഗത്തിൽ കൂടി ശ്രുതധരൻ്റെ സഹായത്തോടെ ഉത്തര പഞ്ചാല ദേശത്തേക്കും സഞ്ചരിക്കും. പടിഞ്ഞാറ് ഭാഗത്തുള്ള 2 കവാടങ്ങളിൽ ആസുരി എന്ന മാർഗത്തിൽ കൂടി പുരഞ്ജനൻ ദുർമദൻ എന്ന സഹാവിനോടുകൂടി ഗ്രാമകം എന്ന ദേശത്തേക്ക് പോകാറുണ്ട്. പടിഞ്ഞാറുള്ള നിർഋതി എന്ന വാതിലൂടെ ലുബ്ധകൻ എന്ന സഹായിയോടൊപ്പം രാജാവ് വൈശസം എന്ന ദേശത്തേക്ക് സഞ്ചരിക്കും. പിന്നെ ഈ പുരഞ്ജന് തൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം പ്രവർത്തിക്കത്തുള്ളൂ. അവൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് അത് അനുകരിച്ച് അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഭാര്യ പാട്ട് പാടുമ്പോൾ പുരഞ്ജനും പാട്ട് പാടും. ഭാര്യ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയോടുകൂടി ഭക്ഷണം കഴിക്കും. ഭാര്യ മദ്യം കഴിക്കുമ്പോൾ ഭാര്യയോടുകൂടി മദ്യം സേവിക്കും. ഭാര്യ നൃത്തം ചെയ്യുമ്പോൾ ഭാര്യയോടുകൂടി നൃത്തം ചെയ്യും. ഇങ്ങനെ രാജാവ് ഭാര്യ പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോന്നും ചെയ്തു വന്നു. നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എല്ലാം ഭാര്യയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഭർത്താക്കന്മാർ. ഭാര്യ പറയുന്നതേ ചെയ്യുള്ളൂ, മറ്റൊന്നും ചെയ്യുകയില്ല. അതിന് വിപരീതമായിട്ടുള്ള ഭർത്താക്കന്മാരുമുണ്ട്. അപ്പോൾ ഈ പുരഞ്ജനൻ തൻ്റെ ഭാര്യയുടെ കളിക്കുരങ്ങനെ പോലെ ചാടിക്കളിയടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് കുരങ്ങനെ ചാടിക്കളിപ്പിക്കുന്നത് കാണാൻ മേലെ വഴിവെക്കിൽ ചില ആൾക്കാർ. അതുപോലെ സ്വന്തം ഭർത്താവിനെ തൻ്റെ കളിക്കുരങ്ങനെ പോലെ ഇട്ട് പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ പുരഞ്ജനൻ മൃഗയാ വിനോദത്തിനായി വില്ലും അമ്പും ധരിച്ച് വനത്തിലേക്ക് പോയി അനേകം മൃഗങ്ങളെ നിഷ്കരണം വേട്ടയാടി ഒടുവിൽ വിശപ്പും ദാഹവും സഹിക്കാനാവാതെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. ആഹാരാദികൾ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. പുരഞ്ജനിയെ കാണാതെ വിവശനായിട്ട് അന്തഃപുര സ്ത്രീകളോട് അന്വേഷിച്ചു. അപ്പോൾ അവരറിയിച്ചതനുസരിച്ച് സങ്കടപ്പെട്ട് വെറും നിലത്ത് കിടക്കുന്ന ഭാര്യയെ കണ്ട് രാജാവ് കാതരനായി അവളോട് പറയാതെ നായാട്ട് പോയതിന് ഉള്ള ക്ഷമായാചനമൊക്കെ നടത്തി പുരഞ്ജനൻ. എന്നിട്ട് പുരഞ്ജനൻ പറഞ്ഞു, ദാസനായിട്ടുള്ള എന്നെ ശിക്ഷിക്കാൻ ഭവതിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തൻ്റെ തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇങ്ങനെ ഭാര്യയുടെ സൗന്ദര്യത്തെയും തന്നെ പോലെയുള്ള ഒരു വീരൻ്റെ ഭാര്യ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടും പുരഞ്ജനിയെ പ്രശംസിച്ച് പലതും പറഞ്ഞ് സന്തോഷിപ്പിച്ചു, സാന്ത്വനിപ്പിച്ചു. പുരഞ്ജനനെ തന്നാലാവുന്ന വിധത്തിൽ രമിപ്പിക്കാൻ ശ്രമിച്ചു. അവർക്ക് 111 പുത്രന്മാരും 110 പുത്രിമാരും ഉണ്ടായി. അപ്പോഴേക്കും ആയുസ്സിൻ്റെ പകുതി കഴിഞ്ഞു. പുത്രന്മാരും പുത്രിമാരും വിവാഹിതരായി, അവർക്ക് കുട്ടികളുണ്ടായി. അങ്ങനെ പുരഞ്ജനൻ്റെ കുടുംബം അതിയായി വിപുലപ്പെട്ടു. ജീവിതം സന്തോഷത്തോടുകൂടി അല്ലലുകളൊന്നുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു വരികയാണ്. യുക്തേഷ്വേവം പ്രമത്തസ്യ കുടുംബാസക്തചേതസ ആസസാദസ വൈ കാലോ യോ അപ്രിയാപ്രിയദോഷിതാം. അങ്ങനെ
കുറേ കാലം ജീവിതത്തിൻ്റെ പകുതി വർഷം 50 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞു. അങ്ങനെ പുരഞ്ജനന് ജരാനരകൾ ബാധിക്കുന്ന കാലം വന്നു. ഈ ജരാനരകൾ ബാധിക്കുന്ന കാലം എല്ലാവർക്കും ഒരു അപ്രിയ കാലമാണ്, നല്ല കാലമാണെന്ന് പറയത്തില്ല. അതുവരെയൊക്കെ അങ്ങനെ മേളിച്ച് എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ, സമ്പന്നൻ, ബുദ്ധിമാൻ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കും. അവിടെ നരകളൊക്കെ വന്ന് ജരാനരകൾ ബാധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലൊരു വിഷാദം അറിയാതെ താൻ വൃദ്ധനായി തുടങ്ങി എന്നൊരു തോന്നൽ. അത് എല്ലാവർക്കും, പലർക്കും, ഭൂരിഭാഗം ആളുകൾക്കും അത് അപ്രിയ കാലമാണ്. ചണ്ഡവേഗൈതിഖ്യാതോ ഗന്ധർവാധിപതം നൃപ ഗന്ധർവാസ്തസ്യ വെൽന ഷഷ്ട്യുത്തരശതത്രയം. ഈ സമയത്താണ് ചണ്ഡവേഗൻ എന്നു പേരായിട്ടുള്ള ഒരു ഗന്ധർവ രാജാവ് 360 ഗന്ധർവന്മാരും 360 ഗന്ധർവ സ്ത്രീകളുമായിട്ട് പുരഞ്ജനൻ്റെ ഈ പാഞ്ചാലപുരത്തെ നവമുഖി എന്ന ആ കൊട്ടാരത്തെ ആക്രമിക്കാൻ തുടങ്ങി. അവരോടൊപ്പം 360 ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു. സ്ത്രീകൾ കറുത്തും വെളുത്തും ഉള്ളവരായിരുന്നു. അപ്പോഴൊക്കെ ഈ പുരപാലകനായിട്ടുള്ള പ്രജാകരൻ എന്ന സർപ്പം, 5 തലയുള്ള സർപ്പം കൊട്ടാരത്തിന് കാവലുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ സർപ്പം ഈ ചണ്ഡവേഗൻ്റെയും, അതായത് ഗന്ധർവ രാജാവിൻ്റെയും ഗന്ധർവന്മാരുടെയും ആക്രമണത്തെ എതിർത്തുകൊണ്ടിരുന്നു. ഈ പ്രജാകരൻ എന്ന 5 തലയുള്ള സർപ്പം യുദ്ധം ചെയ്ത് സർപ്പം തളർച്ചയിലായി. തുടർച്ചയായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തളർച്ച നേരിടുമല്ലോ. അപ്പോൾ പുരഞ്ജന മഹാരാജാവ് ചിന്താപരവശനായി. സേവപുര്യം മധുഹുക് പാഞ്ചാലേഷു സ്വപാർഷദൈ ഉപനീതം ബലിം ഗൃണ്ണൻ സ്ത്രീജിതോ നാവിദഭയം. അപ്പോഴും പുരഞ്ജനൻ്റെ തളർച്ച ബാധിച്ചിട്ടും പുരഞ്ജനൻ എന്താ ചെയ്യുന്നേ? സ്വന്തം അപ്പം പരിചാരകരൊക്കെ ഉണ്ട്. അവർ ഈ പുരഞ്ജനൻ്റെ വൈഷമ്യം കണ്ട് മദ്യം കൊണ്ടു കൊടുക്കും. അപ്പം മദ്യം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു സന്തോഷം, ഒരു ഊർജം. അങ്ങനെ മദ്യം സേവിച്ച് മതോന്മത്തനായിട്ട് ശ്രീജിതനായിട്ട് കഴിഞ്ഞു. അപ്പോഴും ഭയം വന്നു തുടങ്ങിയിട്ടില്ല. ജരാനരകളൊക്കെ ബാധിച്ചു. പക്ഷെ എന്നാലും മദ്യമൊക്കെ കഴിച്ച് താനിപ്പോഴും മിടുക്കനാണ്, പഴയ പോലെ ഊർജ്ജസ്വലനാണ്, യൗവനയുക്തനാണ് എന്നൊക്കെയുള്ള വിചാരത്തിൽ ഇങ്ങനെ വിഷയസുഖങ്ങളിൽ ലാലസനായിട്ട് അങ്ങനെ കഴിഞ്ഞു പുരഞ്ജന മഹാരാജാവ്. എന്നാൽ അപ്പോൾ മറ്റൊരു അത്യാഹിതം സംഭവിച്ചു. എന്താണത്? കാലൻ്റെ പുത്രിയായ കാലകന്യ എന്ന യുവതി ഈ പുരഞ്ജനനെ പുറകിലൂടെ വന്ന് ഒരു മാല അണിയിച്ചു, വരണമാല്യം. കാലകന്യ എന്ന യുവതി പുരഞ്ജനൻ അറിയാതെ തന്നെ പുറകിൽ കൂടി വന്ന് വരണമാല്യം അണിയിച്ചു. അവളുടെ പേര് ദുർഭഗ എന്നാണ്. അവളെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ അവളുടെ ആഗ്രഹം വെച്ചാൽ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. അതാണ് അവളുടെ ആഗ്രഹം. കാര്യം ഈ കാലകന്യ ഒരു ഭാഗ്യഹീനയാണ്. ഒരിക്കൽ പൂരു എന്ന വിശ്വവിഖ്യാതനായ രാജാവ് ഈ ദുർഭഗയെ സ്വീകരിച്ചതാണ്. അച്ഛൻ്റെ വാർദ്ധക്യം സ്വീകരിച്ച് തൻ്റെ യൗവനം അച്ഛനായിട്ടുള്ള യയാതിക്ക് കൊടുത്തിട്ടുള്ള പൂരു. അപ്പോൾ അന്ന് ഈ പൂരുവിന് സ്ത്രീധനമായിട്ട് പിതാവായ യയാതി മഹാരാജാവ് തൻ്റെ രാജ്യം തന്നെ സ്ത്രീധനമായി പൂരുവിന് നൽകിയത്രേ. നാരദ മഹർഷി പറയുകയാണ്, ഒരിക്കൽ, അല്ലയോ ബഹിഷ്കൃത രാജാവേ, ഒരിക്കൽ ഞാൻ ബ്രഹ്മലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഈ കാലകന്യ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഞാനെന്ന് അറിഞ്ഞിട്ടും എന്നെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ്, അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവൾ എന്നെ സമീപിച്ചതാണ്. അത് ഞാൻ നിരാകരിച്ചപ്പോൾ അവൾ എന്നെ ശപിച്ചു. അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കാതെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത് ഈ കാലകന്യയുടെ ശാപം കൊണ്ടാണ്. പിന്നെ ഭഗവത് ഭക്തി നിമിത്തം എനിക്ക് മനുഷ്യ ശരീരം നശിച്ചപ്പോൾ ഈ ജരാനരകൾ ബാധിക്കാത്ത ഭഗവത് ശരീരം, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ നാരദൻ്റെ ശരീരം ലഭിച്ചു.
പിന്നീട് ഈ കാലകന്യ എൻ്റെ ഉപദേശം അനുസരിച്ച് അവൾ യവനന്മാരുടെ രാജാവായിട്ടുള്ള ഭയൻ എന്ന ആളോട് തന്നെ ഭർത്താവായി സ്വീകരിക്കുവാനായിട്ട് അപേക്ഷിച്ചു. എന്നാൽ യവനേശ്വരൻ അവളെ ഭൂമിയിൽ പ്രാരാബ്ധകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ഭരിച്ചുകൊള്ളുക എന്നെയും എൻ്റെ സഹോദരൻ പ്രജ്വാരനെയും സഹോദരന്മാരായി കണ്ട് ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിക്കുവാൻ ഉപദേശിച്ചു. അങ്ങനെയാണ് ചണ്ഡവേഗൻ ഭൂമിയിൽ ഇങ്ങനെ കുടുംബരാമന്മാരായിട്ട് കഴിയുന്ന പുരുഷന്മാരെ പുറകിൽ കൂടെ ചെന്ന് വരണമാല്യം അണിയിച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജരാനരകൾ ബാധിക്കുക എന്നർത്ഥം. ഈ ചണ്ഡവേഗൻ എന്ന ഗന്ധർവ രാജാവിൻ്റെ സൈന്യങ്ങളുടെയും തുടരെയുള്ള ആക്രമണം കൊണ്ട് ബലഹീനമായ രാജധാനി നവമുഖി എന്ന ആ കൊട്ടാരം ബലഹീനമായി. കാലകന്യയുടെയും അതുപോലെ തന്നെ യവന സൈന്യത്തിൻ്റെയും പ്രവർത്തനങ്ങളോടുകൂടി വളരെ ക്ഷീണാവസ്ഥയിലായി. കന്യോപകൂടോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മക നഷ്ടപ്രജ്ഞോ ഹതൈശ്വര്യോ ഗന്ധർവയവനേർബലാൽ. കാലകന്യയുടെ ആലിംഗനം, വിഷയങ്ങളിൽ നിന്നുള്ള വിരക്തിയില്ലായ്മ, എത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ജരാനരകളൊക്കെ ബാധിച്ചിട്ടും വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അങ്ങോട്ട് പിൻവലിക്കാൻ സാധിക്കുന്നില്ല പുരഞ്ജനന്. പിന്നെ യവനന്മാരാൽ അപഹരിക്കപ്പെട്ട രാജധാനി, ഭാര്യാപുത്രാദികളുടെ അനാദരവ്, ഈ ജരാനരകളൊക്കെ ബാധിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭാര്യയ്ക്കും അതുപോലെ തന്നെ ബന്ധുജനങ്ങൾക്കും പുത്രന്മാർക്കുമൊക്കെ ഇയാളിനോടൊരു അവജ്ഞ, നരച്ചു കുരച്ചു തുടങ്ങി എന്നൊരു വിചാരം. അപ്പം ഭാര്യയ്ക്ക് പഴയപോലുള്ള സ്നേഹം ഇല്ല എന്നൊരു തോന്നൽ, അതൊരു പക്ഷേ സ്വന്തം തെറ്റിദ്ധാരണ ആയിരിക്കാം. അങ്ങനെയുള്ള അനാദരവും സ്നേഹമില്ലായ്മയും ഒക്കെ കൊണ്ട് പുരഞ്ജനൻ ആകെ വിഷമവൃത്തത്തിലായി. ഭയനാംനോഗ്രജോ ഭ്രാത പ്രജ്വാരാവൃത്യുവസ്ഥിത ദദാഹതാംബുരിം കൃഷ്ണാം ഭ്രാതുപ്രിയചികിത്സയ. ഈ ഭയൻ എന്ന് പറയുന്ന ആ യവനൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, പ്രജ്വാരൻ. ഈ പ്രജ്വാരൻ പുരിയെ നശിപ്പിക്കുവാനായിട്ടെത്തി. പുരപാലകനായിട്ടുള്ള സർപ്പം ബലഹീനനായി പുരി വിട്ടുപോയി. കൊട്ടാരം ഉപേക്ഷിച്ച് 5 തലയുള്ള സർപ്പം പോയി, കാവൽ ഉപേക്ഷിച്ചു പോയി. യവന രാജാവായ ഭയനും സമീപം വന്നു. ഭയൻ എന്ന യവനന്മാർ പുരഞ്ജനനെ ബലമായി പിടിച്ചുകെട്ടി പശുവിനെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ വലിച്ചിഴച്ചു. അപ്പോഴും രാജാവിന് തൻ്റെ ഭാര്യയെപ്പറ്റിയുള്ള ചിന്തയായിരുന്നു. മരണവക്ത്രത്തിലേക്ക് അടുക്കുകയാണെങ്കിലും വിഷയാശകളിൽ നിന്ന് മനസ്സ് വിമുക്തമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താമസിയാതെ കൊട്ടാരം തകർന്നു വീണു. നവമുഖി എന്ന കൊട്ടാരം തകർന്നു വീണു. കാവൽക്കാരനായ സർപ്പം അവിടെ ഉപേക്ഷിച്ചു പോയി. കൊട്ടാരം അഗ്നിക്കിരയാക്കി. ബാക്കി അവശേഷിച്ചതെല്ലാം കൂടെ കൂട്ടിയിട്ട് തീയിട്ടു, അഗ്നിക്കിരയാക്കി. പുരഞ്ജനൻ അടുത്ത ജന്മത്തിൽ വിദർഭ രാജ്യത്തെ രാജകുമാരിയായി ജനിച്ചു. ഉപയേമേ വീര്യപണാം വൈദർഭിം മലയധ്വജ യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യപരപുരഞ്ജയ. പാണ്ഡ്യദേശത്തെ രാജാവായിട്ടുള്ള വീരനായ മലയധ്വജന് വൈദർഭി എന്ന രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുത്തു. ഈ പുരഞ്ജനൻ്റെ അടുത്ത ജന്മം സ്ത്രീജന്മമായിരുന്നു. വൈദർഭി എന്ന പേരിൽ പാണ്ഡ്യരാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിട്ട് ജനിച്ചു. ഈ വൈദർഭിയെ മലയധ്വജൻ എന്ന ഒരു ഉത്കൃഷ്ടനായിട്ടുള്ള രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ വൈദർഭിക്ക് മലയധ്വജനിൽ ഒരു പുത്രിയും 7 പുത്രന്മാരും ഉണ്ടായി. പുത്രിയെ അഗസ്ത്യന് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് ദൃഢച്യുതൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ഇത്മവാഹൻ എന്ന ഒരു മുനി ഉണ്ടായി. പിന്നെ ഈ 7 പുത്രന്മാർക്കും അനേകം സന്തതികൾ ഉണ്ടായി. അവർ ഒരു മന്വന്തരക്കാലം കഴിയുന്നത് വരെ ഭൂമിയിൽ വാണു. ഈ മലയധ്വജൻ രാജ്യത്തെ നല്ല ശരിയാവണ്ണം പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെ പരിപാലിച്ച് പരിപാലനമൊക്കെ ചെയ്തതിന് ശേഷം രാജ്യത്തെ വിഭജിച്ച് പുത്രന്മാർക്ക് നൽകി ഈശ്വരഭജനത്തിനായിട്ട് വനത്തിലേക്ക് യാത്രയായി.
എന്നിട്ട് പുണ്യനദികളിലൊക്കെ ചന്ദ്രവസ, താമ്രവർണ്ണി, വടോദകം തുടങ്ങിയ പുണ്യനദികളിലൊക്കെ സ്നാനം ചെയ്ത് ഫലമൂലാദികളൊക്കെ കഴിച്ച് അദ്ദേഹം തപസ് ആചരിച്ചു മലയധ്വജൻ. ഈ മലയധ്വജനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള വൈദർഭിയും അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. ശീതോഷ്ണവാദവർഷാണി ശുൽപിവാസേ പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാ ജയൽ സമദർശന. ദ്വന്ദ്ങ്ങളെയൊക്കെ ജയിച്ചു മലയധ്വജൻ. ദ്വന്ദ്ങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ശീതം, ഉഷ്ണം, തണുപ്പ്, ചൂട്, അതുപോലെ തന്നെ വിശപ്പ്, ദാഹം, ഷുഡ്, പിപാസ, പ്രിയമുള്ളത്, പ്രിയമില്ലാത്തത്. ചിലപ്പം സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കും, ചിലപ്പോൾ സന്തോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ സുഖം, ദുഃഖം. ഇങ്ങനെ ദ്വന്ദ്ങ്ങൾ സംഭവിക്കുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ വിശപ്പും ദാഹവും വന്നാലും അത് സഹിക്കുക, തണുപ്പിനെയും ചൂടിനെയും സഹിക്കുക. അതാണ് ദ്വന്ദ്ങ്ങളെ ജയിക്കുക എന്ന് പറയുന്നത്. അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. സന്യാസിമാർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളല്ല. ദ്വന്ദ്ങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ജയിച്ചു എന്ന് പറയാം. അങ്ങനെ ഈ മലയധ്വജൻ ദ്വന്ദ്ങ്ങളെയെല്ലാം ജയിച്ചു. പിന്നെ തപസ്സാ വിദ്യാപക്വ കഷായോ നിയമൈരമൈ യുയുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാ നിലാശയ. അതുപോലെ ദ്വന്ദ്ങ്ങളെ ജയിച്ചതിന് ശേഷം പിന്നെന്തിനാണ് ജയിക്കണ്ടേ? ഇന്ദ്രിയങ്ങളെ ജയിക്കണം. ഇന്ദ്രിയങ്ങളെ, നാവിനെ ജയിക്കണം. സ്പർശസുഖം, സ്ത്രീ സുഖത്തെ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ആഹാരാദി സ്വാദിഷ്ടമായ ആഹാരത്തോടുള്ള ആസക്തി കുറയ്ക്കണം. ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കണം. അതുപോലെ നല്ല നല്ല കാഴ്ചകൾ കാണണം. ഇതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. ഈശ്വരവചനത്തിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. രാപകൽ അധ്വാനിക്കുന്നത് ഇന്ദ്രിയ സുഖം, നമ്മളെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ദ്രിയങ്ങളെ ജയിക്കണം, ഇന്ദ്രിയങ്ങളെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം. സവ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്നവിമാമർശ സാക്ഷിണം വിരരാമഹ. അങ്ങനെ മലയധ്വജന് ആത്മസാക്ഷാത്കാരം ഉണ്ടായി. അദ്ദേഹം ജീവൻ മുക്തനായിട്ട് ഭവിച്ചു. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം ഉണ്ടെന്നുള്ള വിചാരം ഇല്ലാതാകുക. അതാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ജീവനോടെ ശരീരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, പക്ഷേ ഈ ശരീരം ഉള്ളതായിട്ടുള്ള തോന്നൽ ആ മനസ്സിൽ ഉണ്ടാവുകയില്ല. അതാണ് ജീവൻ മുക്തൻ. അങ്ങനെ ഇദ്ദേഹം മലയധ്വജൻ ജീവൻ മുക്തനായിട്ട് ഭവിച്ചു. ഈ വൈദർഭി ഭർത്താവിനോടൊപ്പം സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ പരിചരിച്ചു. വൽക്കലം വസ്ത്രമായിട്ട് ധരിച്ചു. കൃശഗാത്രിയായി വ്രതമനുഷ്ഠിച്ച് കൃശഗാത്രിയായി തലമുടി ജടപിടിച്ചു. ഭർത്താവിൻ്റെ സമീപം തപോനിഷ്ഠയായിട്ട് ഇരുന്നു. തൻ്റെ പ്രീതമൻ ജീവൻ ഉപേക്ഷിച്ച് എന്ന വിവരം മനസ്സിലാക്കിയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ ആ ശരീരം വിട്ടു പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി. കരഞ്ഞുകൊണ്ട് ചിത കൂട്ടി. ആ ചിതയിൽ തൻ്റെ ഭർത്താവിൻ്റെ ശരീരം എടുത്തു വെച്ച് താനും ജീവത്യാഗം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തത്ര പൂർവതര കശ്ചിൽ സഹാബ്രാഹ്മണാത്മവാൻ സാന്ത്വയന്മർഗുണാനാംന താമാഹരുദതിം പ്രഭോ. ആ സമയത്ത് തന്നോടൊപ്പം ഇതാ പുരഞ്ജനോടൊപ്പം ആദ്യം പറഞ്ഞില്ലേ ഒരു അവിജ്ഞാത സഹാവ് ഉണ്ടായിരുന്നുവെന്ന്. പുരഞ്ജനൻ വീടന്വേഷിച്ച് നടന്ന അവിജ്ഞാത സഹാവിനെ മറന്നുപോയി. ആ അവിജ്ഞാത സഹാവ് ഇതാ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു. കരഞ്ഞുകൊണ്ടിരുന്ന വൈദർഭിയുടെ അടുത്ത് വന്ന് അവളെ ആശ്വസിപ്പിച്ചു. അവിസ്മരസിജാത്മാനം അവിജ്ഞാത സഹം സഹേ ഇത്വാമാം പദമന്വിച്ഛൻ ദൗമഭോഗരതോഗത. അല്ലയോ ഭവതി, നീ ആരാണ്? അവിജ്ഞാതനായിട്ടുള്ള നിന്റെ സഹാവായിരുന്ന എന്നെ നിനക്ക് ഓർമ്മയില്ലേ? പണ്ട് നമ്മൾ 2 ഹംസങ്ങളായിട്ട് ആ മാനസ സരസിൽ കഴിഞ്ഞിരുന്നവരാണ്. പിന്നീട് 1000 സംവത്സരക്കാലം വാസസ്ഥാനം ഇല്ലാത്തവരായി കഴിഞ്ഞു.
നീ വിഷയസുഖങ്ങൾ ആഗ്രഹിച്ച് ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് പിന്നീട് 9 വാതിലുകളുള്ള ഒരു ഗൃഹത്തിൽ ഒരു സ്ത്രീയോടുകൂടി കഴിഞ്ഞു. നീ വിദർഭരാജാവിൻ്റെ മകളുമല്ല, മലയധ്വജൻ്റെ പത്നിയുമല്ല, പുരഞ്ജനൻ എന്ന രാജാവുമല്ല, പുരഞ്ജനി എന്ന ഭാര്യയുമല്ല. മായാഹ്യേഷാമയാ സൃഷ്ട അൽപുമാംസം ശ്രിയം സതീം മന്യസേനോ ഭയം യദ്വൈ ഹംസോ വശ്യാവയോർഗതിം. യാതൊന്നിലാൽ പുരുഷനായിട്ടും പതിവ്രതയായിട്ടുള്ള സ്ത്രീ ആയിട്ടും നീ വിചാരിക്കുന്നോ ഇത് എന്നാൽ സൃഷ്ടിക്കപ്പെട്ട മായയാകുന്നു. അപ്പോൾ അവിജ്ഞാത സഹാവ് എന്ന പേരിൽ വന്നിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ പരമേശ്വരൻ, ആ ഈശ്വരൻ തന്നെയാണ് അവിജ്ഞാത സഹാവ്. നമ്മളോട് ഓരോരുത്തരുടെയും കൂടെ നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ആളാണ് ഈ അവിജ്ഞാത സഹാവ്. നമുക്ക് ആ അവിജ്ഞാത സഹാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിന് കാരണം മായയാണ്, അതെൻ്റെ മായയാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടല്ല, അംശമാകുന്ന നമ്മുടെ 2 പേരുടെയും സ്വരൂപം കണ്ടാലും അഹം ഭവാൻ ന ചാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷുഃ നൗ പശ്യന്തി കവേച്ഛിദ്രം ജാതുമനാഗവി. ഞാൻ ഭവാനാകുന്നു, നീ അന്യയല്ല, നീ തന്നെ ഞാൻ. ഹേ കണ്ടാലും എന്ന് പറഞ്ഞ് വൈദർഭിയെ തട്ടി വിളിച്ചുണർത്തി. അപ്പോഴാണ് വൈദർഭിക്ക് സത്യം ബോധ്യമാകുന്നത്. അജ്ഞാനം മാറി ജ്ഞാനം ഉദിച്ചു. അവിടെ നമ്മൾ തമ്മിൽ അന്തരം ഇല്ല. ഇപ്പം നമ്മൾ ചില സമയത്ത് ആകാശത്തേക്ക് നോക്കിയാൽ പരുന്ത് പറക്കുന്നത് കാണാറില്ലേ? പരുന്ത് പറക്കുമ്പോൾ ചിലപ്പം നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് 2 പരുന്ത് പറക്കുന്നുണ്ടെന്ന് തോന്നും. ശരിക്കൊന്ന് കണ്ണു തിരുമ്മി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് ഒന്ന് മറ്റേതിൻ്റെ നിഴലാണെന്ന്. എന്ന് പറഞ്ഞതുപോലെയാണ് ബ്രഹ്മം തന്നെ വാസ്തവത്തിൽ ജീവഭാവത്തെ വഹിച്ചിരിക്കുകയാണ് കാരണം. അതായത് ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ് ജീവാത്മസ്വരൂപത്തിൽ ഈ ശരീരങ്ങളിൽ ഇരിക്കുന്നത്. അതാണ് സത്യം. ആ സത്യം തിരിച്ചറിയുന്നതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് തത്വമസി. ശബരിമലയിൽ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി, അത് നീയാകുന്നു. അകത്തിരിക്കുന്ന ആ ഈശ്വരൻ നിൻ്റെ ഉള്ളിൽ, നിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ്, അത് നിൻ്റെ സ്വരൂപം തന്നെയാണ്. അതുപോലെ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ബ്രഹ്മം ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് സാരം. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം, കണ്ണാടി ശുദ്ധവും നിർമ്മലവുമാണെങ്കിൽ ശുദ്ധമായി പ്രതിഫലിക്കും. അതേസമയം കണ്ണാടി അഴുക്കു പുരണ്ടതാണെങ്കിലോ പ്രതിബിംബവും അശുദ്ധമായി പ്രതിഫലിക്കും. ഉപാധി മാറുന്നതനുസരിച്ച് ജീവൻ പലതായി അനുഭവപ്പെടും. പല ജീവന്മാരിൽ കൂടി പരബ്രഹ്മം അങ്ങനെ വിളങ്ങുകയാണ്. ഭഗവാൻ ഈ പല ജീവികളിലൂടെ ജീവസ്വരൂപത്തിൽ വിളയാടുകയാണ്. വാസ്തവത്തിൽ ഒന്നു മാത്രമേ നിലവിലുള്ളൂ. അതിനെയാണ് അവിദ്യാസംബന്ധം. പലതായിട്ട് തോന്നുന്നതാണ് അവിദ്യാസംബന്ധം, അതായത് മായ എന്ന് പറയുന്നത്. അങ്ങനെ അവിജ്ഞാസഹാവിൻ്റെ ഉപദേശം അനുസരിച്ച് വൈദർഭിയുടെ അജ്ഞാനം നശിച്ച് 2 പേരും ഹംസസ്വരൂപങ്ങളായി അനന്തവിഹായസിലേക്ക് പറന്നുയർന്നു. നാരദമഹർഷി പറഞ്ഞു, അല്ലയോ ബഹിഷ്ഠേ, അങ്ങയ്ക്ക് ആത്മതത്വം ഇങ്ങനെ പരോക്ഷ രൂപത്തിൽ പറഞ്ഞു തന്നു. ഈ പരോക്ഷ രൂപത്തിൽ പറഞ്ഞു തരുന്നത് ഭഗവാൻ പരോക്ഷപ്രിയനാണ്. ഭഗവാൻ ഒന്നും നേരിട്ടങ്ങോട്ട് കാണിച്ചു തരത്തില്ല, എല്ലാം ഗൂഢരൂപത്തിൽ നമ്മൾ ചിന്തിച്ച് തത്വവിചാരം ചെയ്ത് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോണം. ഈ പ്രപഞ്ചത്തിലെ ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകൾ നടത്തുന്ന ഭഗവാൻ പരോക്ഷപ്രിയനാണ്. നമ്മൾ ശരിക്ക് മനസ്സിരുത്തി ചിന്തിച്ചാൽ നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്ന ഈ ശ്രീമദ് ഭാഗവതം ഒരു പാരോക്ഷ്യ വിവരണം തന്നെയാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ബർഹിഷ്യത്തിൻ്റെ അപേക്ഷപ്രകാരം നാരദമുനി പുരഞ്ജന ചരിത്രത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വം വിശദമായി പറഞ്ഞു കൊടുത്തു. പുരഞ്ജനൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുരത്തിൽ ശയിക്കുന്നവൻ അഥവാ മനുഷ്യ ശരീരത്തിനുള്ളിലെ ജീവൻ. അതിനെയാണ് പുരഞ്ജനൻ എന്ന് പറയുന്നത്. ഈ അവിജ്ഞാത സഹാവ് എന്ന് പറഞ്ഞത് സാക്ഷാൽ ഈശ്വരൻ തന്നെ. 9 വാതിലുകളുള്ള കൊട്ടാരം
നവമുഖി എന്നത് 9 ദ്വാരങ്ങളുള്ള മനുഷ്യ ശരീരത്തെയാണ്. പ്രമദാ ശബ്ദം, അതായത് പുരഞ്ജനി എന്ന യുവസുന്ദരി ബുദ്ധിയാണ്. ബുദ്ധി പറയുന്നതനുസരിച്ചാണ് ജീവൻ പ്രവർത്തിക്കുന്നത്. അതാണ് പുരഞ്ജനി പറയുന്നതനുസരിച്ചാണ് പുരഞ്ജനൻ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം ബുദ്ധി എന്തുവാ നമുക്ക് പറഞ്ഞു തരുന്നത്, അതുപോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ജീവൻ പ്രവർത്തിക്കുന്നത് ബുദ്ധി പറയുന്നതനുസരിച്ചാണ്. അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും, കിടക്കാൻ പറയുമ്പോൾ കിടക്കും. അങ്ങനെ ബുദ്ധിയുടെ പറച്ചിൽ പോലെയാണ്. പുരഞ്ജനിയുടെ സഹായികളെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയവൃത്തികളും. ഈ കൊട്ടാരം കാവൽക്കാരനായിട്ടുള്ള 5 സർപ്പം എന്ന് പറയുന്നത് പഞ്ചപ്രാണനെയാണ്. ഈ ശരീരത്തിനെ, അതായത് നവമുഖി എന്ന് പറഞ്ഞ കൊട്ടാരത്തെ കാത്തു സൂക്ഷിക്കുന്നത് പഞ്ചപ്രാണനാണ്, 5 പ്രാണന്മാരാണ്. ശബ്ദസ്പർശാദി പഞ്ചവിഷയങ്ങളെ പാഞ്ചാലദേശം എന്ന് പറയും. 2 കണ്ണുകൾ, 2 നാസാദ്വാരങ്ങൾ, 2 കർണദ്വാരങ്ങൾ, മുഖം അതായത് വായ എന്നിങ്ങനെ 7 ദ്വാരങ്ങൾ മുകളിൽ, ഗുദം ശിഷ്ണം എന്നിങ്ങനെ 2 ദ്വാരങ്ങൾ താഴെ, ആകെ 9 ദ്വാരങ്ങൾ. അതാണ് നവമുഖി എന്ന് പറയുന്നത്. ഇങ്ങനെ 9 ദ്വാരങ്ങളിലൂടെ ഓരോ വിഷയസുഖങ്ങൾ ജീവൻ അനുഭവിക്കുന്നതിനെയാണ് ഓരോ വാതിലുകളിൽ കൂടി ഓരോ ദേശത്ത് പോയി ഓരോ സുഖം അനുഭവിച്ചു എന്ന് പറയുന്നതാണ്. അതായത് വായിൽ കൂടി ആഹാരം കഴിക്കുമ്പോൾ ആ ആഹാരം കഴിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കും. കാതുകളിൽ കൂടി ശബ്ദം കേൾക്കുമ്പോൾ ആ കാതുകളുടെ കൂടെ സുഖം അനുഭവിക്കുന്നു. അങ്ങനെ ഓരോന്നും. അതുപോലെ തന്നെ വിസർജനം ചെയ്യേണ്ട സമയത്ത് ആ ഗുദത്തിൽ കൂടി വിസർജനം സംഭവിക്കുന്നു, അപ്പോൾ ആ സുഖം അനുഭവിക്കുന്നു. ഇങ്ങനെ കാണുക, മണക്കുക, കേൾക്കുക, ആഹരിക്കുക, രതിസുഖം അനുഭവിക്കുക, അതുപോലെ തന്നെ വിസർജിക്കുക, ഇവയാണ് നവദ്വാരങ്ങളിലൂടെ അനുഭവിക്കുന്ന വിഷയസുഖങ്ങൾ. ബുദ്ധി പറയുന്നതനുസരിച്ചാണ് ജീവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പുരഞ്ജനി ചെയ്യുന്നത് പോലെ പുരഞ്ജനം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും, പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ട് പാടും, നൃത്തം ചെയ്യാൻ പറയുമ്പോൾ നൃത്തം ചെയ്യും. ബുദ്ധി പറയുന്നതനുസരിച്ചാണ് ജീവൻ പ്രവർത്തിക്കുന്നത്. രാജാവ് നായാട്ടിൽ ആസക്തനായി വനത്തിൽ സഞ്ചരിച്ചു എന്നത് സ്വപ്നാവസ്ഥയിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനെയാണ് നായാട്ടിന് പോയി എന്ന് പറയുന്നത്. ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഇച്ചിരി പ്രയാസം, അത് കുറച്ച് സമയമെടുക്കും. അതാണ് ബുദ്ധിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ട് മധുരവചനങ്ങളൊക്കെ പറഞ്ഞു, അവളുടെ കാല് തലോടി കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അന്തഃപുരം എന്ന് പറയുന്നത് ഹൃദയമാണ്. ജാഗ്രത സ്വപ്നാവസ്ഥകളിൽ ബുദ്ധിക്കുണ്ടാകുന്ന വികാരത്തെ അനുസരിച്ച് ജീവൻ സുഖി ദുഃഖി എന്ന് അഭിമാനിക്കുന്നതിനെ ഭാര്യയുടെ ഇഷ്ടമനുസരിച്ച് രാജാവെല്ലാം നടത്തി എന്ന് പറയുന്നു. കാലകന്യക എന്നത് ജരാനരകളെയാണ് പറയുന്നത്. ജരാനരകൾ സാധാരണ പുറകിൽ കൂടാ വരുന്നത്, തലയുടെ പുറകിലാണ് ജരാനരകൾ ആദ്യം വരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാണത്തില്ല. അതാണ് പുറകിൽ കൂടി വന്ന് കാലകന്യക വരണമാല്യം ഇട്ടു എന്ന് പറയുന്നത്. അത് ആരും ഇഷ്ടപ്പെടുന്നതുമല്ല. പിന്നെ ശരീരത്തിൻ്റെ ജരാനരകൾ ബാധിക്കുമ്പോൾ ശരീരത്തിൻ്റെ ശോഭ കുറിയും എന്ന് പറയുന്നത്. അപ്പോൾ തനിക്ക് തന്നെ തന്നോടൊരു അപകർഷതാബോധം തോന്നി തുടങ്ങും. കുറേ ജരയൊക്കെ ബാധിച്ച് കഴിയുമ്പോഴേ പിന്നെ അവിടെ കറപ്പിക്കാൻ തുടങ്ങും. ഓരോരുത്തർ കറപ്പിച്ച് അവസാനം ഒരു നിവൃത്തിയില്ലാതെ പല കളറിൽ ഇരിക്കും. അങ്ങനെ അപ്പോഴാണൊരു സംശയം, ഭാര്യയ്ക്ക് തന്നോട് സ്നേഹമില്ല, ബുദ്ധി താൻ പറയുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു തോന്നൽ. ഒരു 60 വയസ്സ് 70 വയസ്സ് ജോലിയിൽ നിന്ന് റിട്ടയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നൊരു തോന്നൽ. പിന്നെ ആദിവ്യാധികളെയാണ് പ്രജ്വാരൻ എന്ന യവനനായി വിശേഷിപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് പ്രായം ഒരു 60 വയസ്സ് 70 വയസ്സാകുമ്പോഴത്തേക്ക് ഷുഗർ, പ്രഷർ, ഹാർട്ടിനെന്തോ ഒരിച്ചിരി കുഴപ്പം, കിഡ്നി ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെ പല ആദിവ്യാധികൾ. അതാണ് പ്രജ്വാരൻ. അതും അപ്പോഴത്തേക്ക് ഭയം വർദ്ധിക്കാൻ തുടങ്ങും. അതാണ് ഭയൻ എന്ന് പറയുന്ന ആ യവനൻ്റെ ആക്രമണം. അങ്ങനെ പ്രായം, അതുപോലെ രോഗങ്ങളുടെയും കാര്യകന്യകളുടെയും ആക്രമണം മൂലം മൃത്യുകാലം അടുത്തു എന്നുള്ള തോന്നൽ. ഏവം ബഹുധേ ദുഃഖേ ദേവഭൂതാത്മസംഭവൈ ക്ലിശ്യമാന ശതം വർഷം ദേഹി ദേഹേ ദേഹി തമോർദ. ഇങ്ങനെ 100 വർഷം, മാക്സിമം 100 വർഷം വരെ ജീവിച്ചിരിക്കാം. ഈ ആദിവ്യാധികളും ഇങ്ങനെ പ്രായവും പ്രജ്വാരനും ഒക്കെ കൂടെ കൊണ്ട് വിഷമിക്കും. പക്ഷേ അപ്പോഴും മനസ്സിലെ
വിഷയാശകൾ നശിക്കുന്നില്ല. അപ്പോഴും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ അവരെ ഗൂഢമായിട്ട് നോക്കും, ഒളിഞ്ഞു നോക്കും, മനസ്സിൽ ഓരോ ചിന്തകൾ താലോലിച്ചുകൊണ്ട് നോക്കും. എപ്പോഴും സ്ത്രീസുഖം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം, നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിനൊന്നും ഒരു കുറവുമില്ല. ആദിവ്യാധികളെല്ലാം നാലാം വഴിക്കൂടെ വന്ന് പിടിമുറുക്കിക്കഴിഞ്ഞാലും ആഗ്രഹങ്ങൾക്ക് ഒട്ടും കുറവില്ല. മനസ്സ് അപ്പോഴും അതിൻ്റെ പുറകെ പോകും. ഇതെന്താണ് കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാണ ഇന്ദ്രിയ മനോധർമ്മങ്ങളെ ആത്മധർമ്മങ്ങളായിട്ട് വിചാരിക്കുന്നു. അപ്പോഴും മനസ്സ് ഈശ്വരനിലേക്ക് പോകുന്നില്ല. ഈ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ, സ്ത്രീ സുഖത്തിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ ഓരോ സുഖങ്ങളുടെ പിന്നാലെ മനസ്സ് പോകുമ്പോഴും ആ മനസ്സിനെ സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ വിഭൂതികളായിട്ട് കാണാനായിട്ട് മനസ്സിനെ അങ്ങോട്ട് കേന്ദ്രീകരിക്കുവാനായിട്ട് തോന്നുന്നില്ല. അവസാനം ആ കുഴിയിലേക്ക് കാലും നീട്ടി ആ ചിതയിൽ എത്തുന്ന സമയം വരെ ആഗ്രഹങ്ങൾക്ക് ഒട്ടും കുറവില്ല. തൻ്റെ പുത്രൻ്റെ വിവാഹം കാണണം എന്നുള്ള ആഗ്രഹം അപ്പോഴും മനസ്സിൽ കിടക്കുക. ശരീരത്തിൽ ഞാനെന്നും പുത്രകളത്രാദികൾ എൻ്റേതെന്നും അപ്പോഴും അഭിമാനിക്കുന്നു. ഇത് ആത്മാനവിജ്ഞായ ഭഗവന്തം പരംഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേഷു ദൃക്. ഈ ഗുണാഭിമാനീ സതദാ കർമാണി കുരുദേവശ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. ഈ പുരുഷൻ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് സ്വയം പ്രകാശ രൂപനെങ്കിലും ഭഗവാനും പരമഗുരുവുമായ ആത്മാവിനെ അറിയുന്നില്ല. തൻ്റെ ആത്മസ്വരൂപത്തെ കണ്ടറിയാനായിട്ട് അപ്പോഴും ഈ കുടുംബരാമനായിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല. പ്രകൃതി ഗുണങ്ങളിൽ ആസക്തനായി, സത്വരജ തമോ ഗുണങ്ങളിൽ ആസക്തനായിട്ട് പരാധീനനായിട്ട് പിന്നെയും പുണ്യപാപകർമ്മങ്ങൾ അനുഷ്ഠിച്ച് 70 വയസ്സും 80 വയസ്സായിട്ടും ആളുകൾ ഇങ്ങനെ കർമ്മഠന്മാരായിട്ട് ആ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുകയാണ്. ചിലപ്പോൾ പുരുഷനായിട്ട്, ചിലപ്പോൾ സ്ത്രീയായിട്ട്, ചിലപ്പോൾ ദേവനായിട്ട്, ചിലപ്പോൾ പക്ഷി മൃഗാദികളായിട്ട് അങ്ങനെ വിശപ്പും ദാഹവും കൊണ്ട് വലയുന്നു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത സശ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ജനയിഷ്യതി. വാസുദേവനിൽ സമർപ്പിക്കപ്പെട്ട ഭക്തിയോഗം കൊണ്ട് വിഷയവിരക്തിയും ജ്ഞാനവും ഉണ്ടാകും. ഭഗവത് കഥയെ നിത്യവും ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് കാലതാമസം കൂടാതെ ഭഗവാനിൽ പരമപ്രേമ ലക്ഷണമായ ഭക്തിയോഗം ഉണ്ടാകും. സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് സുലഭമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭഗവത് ചരിത്രങ്ങളാകുന്ന നദികൾ യഥാപൂർവം സ്തോത്രങ്ങളിൽ കൂടി പാനം ചെയ്യുന്നവരെ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം എന്നിവയൊന്നും ബാധിക്കുകയില്ല. സനകാദി യോഗീശ്വരന്മാരെ പോലെ നിത്യവും തപസ്സും ഉപാസനയും സമാധിയും മറ്റും ചെയ്ത് ഭഗവത് ഭജനം നടത്തുന്ന യോഗീശ്വരന്മാർക്ക് പോലും സർവേശ്വരനെ ശരിയായി അറിയുവാൻ കഴിയുന്നില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ ഗതി എന്തായിരിക്കും? അല്ലയോ പ്രാചീന വർഗീസേ, അങ്ങ് വേദാന്തസാരം അറിയാത്തവരുമായുള്ള സംസർഗം കൊണ്ട് യാഗാദി കർമ്മങ്ങളിൽ അതിയായി ശ്രദ്ധയോടുകൂടി ഭൂമിയിൽ മുഴുവനും ദർഭ വിരിച്ച് പ്രാണിഹിംസ നടത്തിക്കൊണ്ട് ഇതുവരെ ഭഗവത് തത്വം മനസ്സിലാക്കിയില്ല. ഹരിദേഹഭൃതമാത്മാ സ്വയം പ്രകൃതിരീശ്വര ത്വൽപാദമൂലം ശരണം യൽക്ഷേമോ തൃണാമിഹ. ഈ ശരീരമെടുത്തിരിക്കുന്ന എല്ലാവരുടെയും ആത്മാവും അവരെ അതത് വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്നവനും അതാത് കർമ്മങ്ങളുടെ ഫലത്തെ പ്രദാനം ചെയ്യുന്ന സർവേശ്വരനും ആ ശ്രീഹരിയാകുന്നു. ആ ദേവൻ്റെ പാദമൂലത്തെ ആശ്രയിക്കുന്നത് തന്നെ മനുഷ്യർക്ക് ഈ ജന്മത്തിൽ ക്ഷേമത്തിന് കാരണം. അതായത് ഒരു മാൻ അതിൻ്റെ പേടമാനോടുകൂടി അങ്ങനെ ക്രീഡിച്ച് നടക്കുമ്പോൾ മുന്നിൽ ചെന്നായ്ക്കളും പിന്നിൽ വേടൻ ആ വില്ലും അമ്പുമായിട്ട് പുറകിൽ വരുന്നതും കാണുന്നില്ല. അതുപോലെയാണ് മനുഷ്യർ. പേടമാനോടുകൂടി ഈ ആൺമാൻ ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുമ്പോൾ മുന്നിൽ ചെന്നായ്ക്കളുണ്ടെന്നും പുറകിൽ വേടൻ അമ്പുമായിട്ടുണ്ടെന്നും മനസ്സിലാക്കാത്തതുപോലെയാണ് മനുഷ്യർ. എന്നിട്ട് ഈ മാന് വണ്ടിൻ കൂട്ടങ്ങളുടെ പാട്ടിൽ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് മതിമറന്നങ്ങനെ കഴിയുകയാണ്. എപ്പോഴാണോ ആപത്ത് വന്നത്, മുന്നിൽ കൂടെയാണോ പിന്നിൽ കൂടെയാണോ വരുന്നതെന്ന് അറിയുന്നില്ല. അതുപോലെയാണ് മനുഷ്യർ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ തൽപരരായി അവരുടെ മധുരഭാഷണങ്ങളിൽ ആകൃഷ്ടരായിട്ട് അവരോടുകൂടി ചേർന്നിരിക്കാൻ മോഹിക്കുന്നു.
പൂന്തേൻ നുകരുന്ന സമയത്തിൽ ഒരു വണ്ടനുഭവിക്കുന്ന മധുരരസം പോലെ അല്പസമയത്തിൽ, അതായത് ഈ യൗവനം കഴിയുന്നത് വരെ മാത്രം അതൊരു സുഖമായി തോന്നാം. ഇങ്ങനെ ജിഹ്വയെയും ഉപസ്ഥത്തെയും, അതായത് ആ ഉത്പാദനേന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുവാനായിട്ട്, തൃപ്തിപ്പെടുത്തുവാനായിട്ട് ജീവിതകാലം കഴിഞ്ഞുകൂടുന്നു. മുന്നിൽ ചെന്നായ്ക്കളെന്ന പോലെ ദിനരാത്രങ്ങളാകുന്ന കാലവും, അതുപോലെ പിന്നിൽ വേടനെ പോലെ അന്തകനും മാരകമായ രോഗങ്ങളായിട്ടോ പ്രകൃതിക്ഷോഭങ്ങളായിട്ടോ അപകടമരണങ്ങളായിട്ടോ ഒക്കെ പുറകിൽ കൂടി ആപത്ത് വരുന്നതും കാണുന്നില്ല. ജീവനെ അപഹരിക്കുമെന്ന് ക്ഷണികങ്ങളായ സുഖങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അല്ലയോ രാജൻ, മുകളിൽ പറഞ്ഞ മൃഗമെന്ന പോലെ നിസ്സാര സുഖങ്ങളിൽ രമിക്കുന്ന അങ്ങയുടെ ചിത്തവൃത്തികളെ അടക്കുക, അവയെ വിചാരശക്തി കൊണ്ട് നിരോധിച്ച് ചിത്തത്തിൽ തന്നെ ലയിപ്പിക്കുക. കുടുംബാസക്തന്മാരായി കഴിയാതെ പരമശുദ്ധന്മാരായ പരമഹംസന്മാരെ ആശ്രയിച്ചിരിക്കുന്ന ഭഗവാനെ പ്രസാദിപ്പിക്കുക. ഇങ്ങനെ രാജാവിൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കുന്ന നാരദമുനി മനസ്സാണ് സംസാര കാരണമെന്ന് പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു. കാര്യം രാജാവിൻ്റെ സംശയം, രാജാവ് ഒരു സംശയം ചോദിക്കുകയാണ്. ഈ ജന്മത്തിൽ സ്ഥൂലദേഹം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിൽ അന്യദേഹം അനുഭവിക്കാനുള്ള കാരണം എന്താണ്? ഇതാണ് രാജാവിൻ്റെ ചോദ്യം. ഇപ്പോഴും നമ്മൾ സ്ഥൂല ശരീരം, ഈ കാണാ ശരീരം, പിന്നെ ശരീരം പോയി കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിന് ഇതിൻ്റെ ഫലം എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും ശരീരമില്ലാതെ? അപ്പം നാരദമുനി പറയുകയാണ്, സ്ഥൂലദേഹം നശിച്ചാലും മനസ്സാകുന്ന സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. യേനൈവാരഭതേ കർമ്മ തേനൈവാമുത്ര തത്പുമാൻ ഭുങ്ക്തേ ഹവ്യവധാനേന ലിംഗേന മനസാ സ്വയം. സൂക്ഷ്മ ശരീരത്തിൻ്റെ മറ്റൊരു പേരാണ് ലിംഗശരീരം. ഈ ലിംഗശരീരം എന്നത് മനസ്സും വാസനയും ചേർന്നതാണ്. വാസന എന്ന് പറയുന്നത് കർമ്മങ്ങളുടെ, പൂർവകർമ്മങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് വാസന. കർമ്മങ്ങളുടെ ആവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് വാസന. അത് കടന്നുപോയ ജന്മങ്ങളിലെ കർമ്മഫലമാണ്. നെറ്റ് ബാലൻസ് എന്ന് പറയത്തില്ലേ, ലാഭനഷ്ടങ്ങളിൽ നെറ്റ് ബാലൻസ്, അതാണ് വാസന എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സും അതുപോലെ തന്നെ പൂർവാനുഭവ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് ഒരേ അച്ഛനമ്മമാരുടെ മക്കൾക്ക് വ്യത്യസ്ത സ്വഭാവം വരാൻ കാരണമെന്താ? ഇത് തന്നെ പൂർവ്വജന്മ സംസ്കാരമാണ്. ഇതെല്ലാവർക്കും ബാധകമാണ്. സഞ്ചിത സുഖദുഃഖങ്ങൾ മനസ്സിൽ മാറി മാറി പ്രതിഫലിക്കും. സ്ഥൂലദേഹം നശിച്ചാലും ഞാൻ എൻ്റേത് എന്ന ഭാവം ഉള്ളിടത്തോളം കാലം, അതായത് സൂക്ഷ്മദേഹം നിലനിൽക്കും. ജരാമരണാവസ്ഥകളിലും ഗർഭബാല്യാവസ്ഥകളിലും ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട വിധം പ്രകാശിക്കയില്ല. ഏവം പഞ്ചവിധം ലിംഗം ത്രിവിൽ ഷോഡശ വിസ്തൃതം ഏഷ ചേതനയായുക്തോ ജീവ ഇത്യഭിധീയതേ. ഇപ്രകാരം 5 രൂപത്തിലിരിക്കുന്നതും 3 ഗുണങ്ങളുടെ കാര്യവും 16ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നതുമാണ് ലിംഗദേഹം. അതായത് 3 പറയുന്നത് സത്വരജതമോ ഗുണങ്ങളിൽ നിന്നുണ്ടായ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ്. 5 വിഷയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇങ്ങനെ 16. 5 5 10 5 16. അതായത് 5 വിഷയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇങ്ങനെ 16 രൂപത്തിലിരിക്കുന്ന ഈ ഗുണകാര്യത്തിനെയാണ് ലിംഗശരീരം എന്ന് പറയുന്നത്. ഈ ലിംഗശരീരം നിലനിൽക്കുന്നത് കൊണ്ടാണ് ജീവൻ തുടർച്ചയായി അനേക ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് പറയുന്നത്. ഇപ്രകാരം നാരദ മഹർഷി ബർഹിഷിത്ത് രാജാവിന് ആത്മോപദേശം കൊടുത്ത് യാത്ര പറഞ്ഞ് സിദ്ധലോകം പ്രാപിച്ചു. ഋഷിതുല്യനായി തീർന്ന പ്രാചീന ബർഹിസ് പ്രജകളുടെ സംരക്ഷണത്തിൽ പുത്രന്മാരെ, പ്രചേതസ്സുക്കളെ നിശ്ചയിച്ചിട്ട് അവരുടെ തപസ് കഴിഞ്ഞ് മടങ്ങിയെത്താൻ കാത്തു നിൽക്കാതെ അവർ സമുദ്രത്തിൽ മുങ്ങിക്കിടന്ന് തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. അതിനൊന്നും അവർ തിരിച്ചു വരാനൊന്നും കാത്തു നിൽക്കാതെ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ട് വിരക്തനായിട്ട് ആ മഹാരാജാവ്, പ്രാചീന ബർഹിഷ്ഠിത്ത് മഹാരാജാവ് കപിലമുനിയുടെ ആശ്രമത്തിലേക്ക് യാത്രയായി ഭഗവാനെ ഭജിച്ച് അങ്ങനെ പരമപദത്തിൽ എത്തി എന്ന് പറയാണ്. വിതുര മൈത്രേയ സംവാദ രൂപത്തിലുള്ള ഭാഗവതോപദേശത്തിൻ്റെ ഭാഗമായി മൈത്രേയ മഹർഷി വിതുരനോടായി പറയുന്നതാണ് ഈ പുരഞ്ജന ഉപാഖ്യാനം. ഹേ പാപരഹിതനായ വിതുര, നാരദമുനിയാൽ പറയപ്പെട്ട ഈ ആത്മാവിൻ്റെ പരോക്ഷജ്ഞാനം
കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും ലിംഗശരീരത്തിൽ നിന്ന് വിമുക്തരായി ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരഞ്ജനോപാഖ്യാനം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇപ്രകാരം ഒരു ഭാഗവത പ്രഭാഷണം നടത്തുവാൻ അവസരമുണ്ടാക്കി തന്ന ശ്രീമദ് ഭാഗവത സത്രസമിതി ഭാരവാഹികളോട് ഉള്ള അഗൈതവമായിട്ടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചുകൊള്ളുകയാണ്. ഇത്രയും സമയം ഭഗവത് കഥകൾ സശ്രദ്ധം കേട്ടിരുന്ന എല്ലാ ഭഗവത് ഭക്തന്മാർക്കും ഗുരുവായൂരപ്പൻ്റെയും ശ്രീ മാരൻകുളങ്ങര ഭഗവതിയുടെയും അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.